കൊച്ചി നെടുമ്പാശ്ശേരിയിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. വിമാനത്താവള ഡ്യൂട്ടിക്കായി പോയ CSF ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 15 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, എപ്പോഴായിരുന്നു അപകടം? എങ്ങനെയാണ് ഈ വാഹനാപകടം സംഭവിക്കുന്നതും എത്ര പേരുണ്ടായിരുന്നു? അതിൽ അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ. അല്പസമയം മുമ്പാണ് അപകടം ഉണ്ടായത്. നെടുമ്പാശ്ശേരി ഈ ഗോൾഫ് ക്ലബിന് അടുത്ത് വെച്ചായിരുന്നു സംഭവം എന്നതാണ് വ്യക്തമാകുന്നത്. CISF ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അതായത് അവരെ ഹോസ്റ്റലിൽ നിന്നും വിമാനത്താവള ഡ്യൂട്ടിക്കായി കൊണ്ടുപോവുകയായിരുന്നു. ഏകദേശം 15-16 പേര് ആ ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്നു. ടെമ്പോ ട്രാവലർ പോകുന്ന ഘട്ടത്തിൽ അവിടെ ഒരു വലിയ വളവുണ്ട്. ആ വളവിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. മറിഞ്ഞ ഘട്ടത്തിൽ ആണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. 15 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നതാണ് അറിയാൻ കഴിയുന്നത്. കൂടുതലും ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. നെടുമ്പാശ്ശേരിയിൽ ഇത്തരത്തിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ CISF ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് ഈ ഹോസ്റ്റലിൽ നിന്ന് വിമാനത്താവളത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. പലരും ഈ ടെമ്പോ ട്രാവലറിലും മറ്റുമൊക്കെയാണ് കൊണ്ടുപോകാറ്. അങ്ങനെ പോകുന്ന ഘട്ടത്തിലാണ് അപകടത്തിൽപ്പെട്ടത്. ഏകദേശം ഒരു 2 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, അപകടം ഉണ്ടാകുന്നതാണ് ബോധ്യമാകുന്നത്. അവരെ സ്വകാര്യ ആശുപത്രിയിൽ, അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണിപ്പോൾ.